നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആദ്യം അലി ഖമനേയി, പിന്നീട് അലി ലാരിജാനി, അതിനുശേഷം ബാസിജ് സേനയുടെ തലവൻ, എല്ലാറ്റിനുമൊടുവിൽ ഇറാൻ ഇൻ്റലിജൻസ് മന്ത്രി. ഓരോരുത്തരുടേതായി തലയെടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഇസ്രയേൽ. ഇറാൻ സുരക്ഷാ നയത്തിൻ്റെ ശില്പി എന്നാണ് അലി ലാരിജാനി അറിയപ്പെട്ടിരുന്നത്. ബാക്ക്റൂം പവർ ബ്രോക്കർ എന്നും ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. ടെഹ്റാന്റെ അധികാരഘടനയ്ക്ക് കനത്ത പ്രഹരമാണ് അലി ലാരിജാനിയുടെ മരണം നൽകുന്നത്. എന്നാൽ അതിലപ്പുറം ഇസ്രയേൽ ചില സന്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇറാൻ ഭരണകൂടത്തിൻ്റെ ഉന്നത നേതാക്കൾ ഓരോരുത്തരെയായി തങ്ങൾ വകവരുത്തുമെന്ന സന്ദേശമാണ് തുടർച്ചയായി ഇസ്രയേൽ നൽകുന്നത്. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28-ന് ഖമനേയിയുടെ മരണത്തിന് ശേഷം ഏറ്റവും മുതിർന്ന ഒരു നേതാവിൻ്റെ പതനം അടയാളപ്പെടുത്തിയത് അലി ലാരിജാനിയുടെ കൊലപാതകത്തിലൂടെയാണ്. പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ വലംകൈ എന്നറിയപ്പെട്ടിരുന്നു അലി ലാരിജാനി. അദ്ദേഹത്തിൻ്റെ മകൾ മൊജ്തബ ഖമനേയിയുമായും അടുത്ത ബന്ധം. മുൻ പ്രസിഡന്റ് റെയ്സിയുടെ കാലം മുതൽ പെസഷ്കിയാന്റെ കാലം വരെ നീളുന്നു അലി ലാരിജാനിയുടെ ഉത്തരവാദിത്തങ്ങൾ. ഇറാന്റെ ഏറ്റവും പ്രമുഖനും വിവേകിയുമായ ഉദ്യോഗസ്ഥനെന്നാണ് അലി ലാരിജാനി വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷയും പ്രതിരോധ തന്ത്രവും മെനഞ്ഞിരുന്നത് അലി ലാരിജാനി നേരിട്ട്. ഇപ്പോഴിതാ ഇറാൻ അദ്ദേഹത്തിന്റെ കൊലപാതകം സ്ഥിരീകരിച്ച അദ്ദേഹത്തെ രക്തസാക്ഷിയെന്ന് വിശേഷിപ്പിക്കുന്നു. ആ ചോരക്കിതങ്ങൾ പകരം വീട്ടുമെന്ന് മൊജ്തബ ഖമനേയിയുടെ പ്രസ്താവന. ഓരോ തുള്ളി രക്തത്തിൻ്റെയും വില യുഎസും ഇസ്രയേലും ഒടുക്കേണ്ടി വരുമെന്നാണ് മൊജ്തബ ഖമനേയി പ്രസ്താവനയിലൂടെ പറയുന്നത്. ശത്രുക്കളുടെ ശത്രുതയെ മാത്രമാണ് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ പ്രതിഫലിക്കുന്നത്. നീതി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് മൊജ്തബ ഖമനേയിയുടെ പ്രസ്താവന. ലാരിജാനിക്ക് പകരക്കാരനായി IRGC മുൻ കമാൻഡർ മൊഹ്സിൻ റസായുടെ പേരിനാണിപ്പോൾ മുൻതൂക്കം. എന്നാൽ റസായിയും കാത്തിരിക്കുന്നത് മരണം തന്നെയെന്ന് ഇസ്രായേൽ പറയുന്നു. ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ മരണത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുതിൻ അനുശോചനം അറിയിച്ചു. മോസ്കോയും ടെഹ്റാനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വികസനത്തിന് ലാരിജാനിയുടെ സഹായ സഹകരണങ്ങൾ മറക്കാൻ കഴിയില്ല എന്നാണ് പുതിൻ പറയുന്നത്. ഇപ്പോഴിതാ ലാരിജാനി എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മാർച്ച് 16-നും 17-നും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ആദ്യം ലാരിജാനിയും പിന്നീട് ബാസിജ് അർദ്ധസൈനിക വിഭാഗത്തിന്റെ തലവനായ കോലം റസ് സുലൈമാനിയും കൊല്ലപ്പെടുന്നത്. അലി ഖമനേയിയുടെ കൊലപാതകത്തിന് ശേഷം സുരക്ഷാ മേധാവി ലാരിജാനിയായിരുന്നു ഇസ്രയേൽ സേനയുടെ ഒന്നാം ലക്ഷ്യം. എന്നാൽ അലി ഖമനേയിയുടെ വധം പിന്നീട് മുതിർന്ന ഇറാനിയൻ വ്യക്തികളെ വളരെ സങ്കീർണമായ സുരക്ഷാ വലയങ്ങൾ ഒളിപ്പിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ഈ പ്രമുഖ വ്യക്തികളെ പിന്തുടരുന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമൊക്കെ വലിയ സാഹസങ്ങളുമായി. തൻ്റെ സ്ഥലങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ ലാരിജാനി ഇസ്രയേലിൻ്റെ ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനായി മിക്കവാറും താവളങ്ങൾ മാറിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി സുരക്ഷാ മേധാവി തൻ്റെ സ്ഥാനം സ്ഥിരം മാറ്റിക്കൊണ്ടിരുന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത്. പുതിയ രഹസ്യ ഒളിത്താവളങ്ങളിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കും. ചുരുക്കത്തിൽ ഇസ്രയേലിന്റെ ഇന്റലിജൻസ് ലാരിജാനിയുടെ ഒളിത്താവളം കണ്ടെത്തുമ്പോഴേക്കും അദ്ദേഹം പുതിയ ഒളിത്താവളത്തിലെത്തിയിരിക്കും. 2 ആഴ്ചയിലേറെ നീണ്ടുനിന്ന യുദ്ധം. തൻ്റെ മകളെ ഒന്ന് കാണണമെന്ന് അലി ലാരിജാനിക്ക് വലിയ മോഹം. ഇതാണ് ലാരിജാനിയുടെ കൊലപാതകത്തിൽ കാര്യങ്ങളെത്തിയത്. ടെഹ്റാന് സമീപം പർദിസിയിലാണ് മകൾ താമസിക്കുന്നത്. ഇറാൻ ഭരണകൂടം നടുങ്ങുന്ന ആ ഏറ്റവും ശക്തമായ ആക്രമണത്തിന്റെ പരിപൂർണ വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്നത്. ചൊവ്വാഴ്ചയാണ് മകളെ സന്ദർശിക്കാൻ അലി ലാരിജാനി മകളുടെ വീട്ടിലെത്തുന്നത്. ടെഹ്റാന്റെ പ്രാന്തപ്രദേശത്തിൽ പർദിസിയിലുള്ള മകളുടെ വീടിന് നേരെ നടന്ന ആക്രമണത്തിലാണ് ലാരിജാനി കൊല്ലപ്പെടുന്നത്. ലാരിജാനിക്കൊപ്പം അദ്ദേഹത്തിന്റെ മകനും ഒരു ഡെപ്യൂട്ടിയും നിരവധി അംഗരക്ഷകരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മൊസാദിന്റെ ചാരന്മാരും അത്യാധുനിക ഡ്രോണുകളും ഓരോ കേന്ദ്രവും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് ഖുസ് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ടെഹ്റാൻ നഗരത്തിൽ ലാരിജാനി ജനങ്ങൾക്കൊപ്പം റാലിയിൽ പങ്കെടുത്തത്. ഇതിനു പിന്നാലെ ലാരിജാനിയുടെ നീക്കങ്ങൾ കർശന നിരീക്ഷണത്തിലാക്കി ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം. ശക്തമായ നിരീക്ഷണങ്ങളാണ് പിന്നീട് ഇസ്രയേൽ തുടർന്നത്. ലാരിജാനി ഓരോ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോഴും ഇസ്രയേലിന്റെ ചാരക്കണ്ണുകൾ അവിടെ എത്തും. എന്നാൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ വട്ടം കറക്കിയ നീക്കങ്ങളായിരുന്നു മറുവശത്ത് അലി ലാരിജാനി നടത്തിയത്. ചൊവ്വാഴ്ച മകളുടെ വീട്ടിലേക്ക് വന്ന് നിമിഷങ്ങൾക്കകം ആ കെട്ടിടം ലക്ഷ്യമാക്കി ഇസ്രയേൽ മിസൈലുകൾ. ലാരിജാനിയുടെ നീക്കം മുൻകൂട്ടി ഇസ്രയേൽ മനസ്സിലാക്കിയിരുന്നുവെന്നാണ് ആക്രമണത്തിന്റെ ശൈലി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യം വരുന്നത്. ലാരിജാനി മകളുടെ വീട്ടിലേക്ക് കയറി നിമിഷങ്ങൾക്കകം
ആകാശത്ത് പോർവിമാനങ്ങളിൽ നിന്ന് ആക്രമണം, വീട് തകർത്ത് തരിപ്പണമാക്കി. ലാരിജാനി മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പമുള്ളവരും മരണമടഞ്ഞു. അലി ലാരിജാനിയെ ഒറ്റുകൊടുത്തത് ഇറാനികൾ തന്നെയെന്നാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം സംശയിക്കുന്നത്. കനത്ത പരിശോധനയാണ് ടെഹ്റാൻ കേന്ദ്രീകരിച്ച് അർദ്ധസൈനിക വിഭാഗം ഇപ്പോൾ നടത്തുന്നത്. ഒറ്റുകാർ നമുക്കിടയിലുണ്ട് എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ അവർ പങ്കുവയ്ക്കുന്നു. ടെഹ്റാനിലെ താമസക്കാർ തന്നെയാണ് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന് ലാരിജാനിയുടെ നീക്കങ്ങൾ ചോർത്തിക്കൊടുത്തത് എന്ന വിവരവും പുറത്തുവരുന്നു. ജനങ്ങളിൽ നിന്ന് ലഭിച്ച വിലപ്പെട്ട തെളിവുകളും വിവരങ്ങളുമാണ് ലാരിജാനിയെ കൊലപ്പെടുത്താൻ തങ്ങൾക്ക് സഹായകരമായത് എന്ന് IDF വ്യക്തമാക്കി. ആക്രമണ ഭീഷണി നിലനിൽക്കവേ ലാരിജാനി അടുത്തിടെ നടത്തിയ ഒരു പൊതു സന്ദർശനം, ഇതാണ് ലാരിജാനിയുടെ നീക്കങ്ങൾ ചോരാൻ ഇടയാക്കിയ ഏറ്റവും വലിയ കാരണം. കുസ്ദിന റാലിയിൽ പങ്കെടുത്ത ലാരിജാനിയുടെ നടപടിയെ അഹങ്കാരമെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരെ ഈ റാലിയിൽ വെച്ച് ലാരിജാനി വെല്ലുവിളിച്ചു. ഈ റാലിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ മാധ്യമങ്ങളും മറ്റ് രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഉണർന്നു. അതീവ രഹസ്യമായി ഒളിത്താവളങ്ങൾ മാറിയിരുന്ന ലാരിജാനിയെ സംബന്ധിച്ച് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധവുമായി ആ റാലിയിൽ പങ്കെടുത്ത സംഭവം. തനിക്കൊന്നും സംഭവിക്കില്ല എന്ന ലാരിജാനിയുടെ ആത്മവിശ്വാസം അദ്ദേഹത്തെ ജനങ്ങളുടെ കണ്ണിൽപ്പെടുത്തി. മാധ്യമങ്ങളുമായുള്ള ഇടപെടലും അദ്ദേഹത്തിന് വിനയായി. ഇവിടെയാണ് അവർക്ക് ഒളിച്ചിരിക്കാൻ സുരക്ഷിത ഇടങ്ങൾ ഇറാനിലില്ല എന്ന ഇസ്രയേലിൻ്റെ നിലപാട്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ഇറാൻ ഭരണഘടനയുടെ നേതാക്കൾക്കോ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ഒളിച്ചിരിക്കാൻ ഇറാനിൽ ഒരു പിടി മണ്ണില്ല. ആദ്യം ഖമനേയി പോയി, പിന്നീട് പടനായകനായ അലി ലാരിജാനി. ഇറാന്റെ ചാണക്യനെ ഇസ്രയേൽ തീർത്തതോടെ വലിയ ആത്മവിശ്വാസമാണിപ്പോൾ IDFന്. അദൃശ്യനായിരുന്ന് എത്ര കാലം ഇറാനെ നയിക്കാൻ മൊജ്തബ ഖമനേയിക്ക് കഴിയും? ഇതിനിടയിൽ മൊജ്തബ ഖമനേയി റഷ്യയിൽ ചികിത്സയിലാണ് എന്ന തലത്തിൽ ചില വാർത്തകൾ പുറത്തു വരുന്നു. ഖമനേയിയുടെ മരണത്തിന് ശേഷം ഇറാനിലെ യഥാർത്ഥ നേതാവായി പലരും കണക്കാക്കിയിരുന്നത് അലി ലാരിജാനിയെയാണ്. ഇസ്ലാമിക വിപ്ലവം അവകാശപ്പെടുകയും അത് തുടരുകയും ചെയ്യുന്ന വ്യക്തിയായി ലാരിജാനിയെ അലി ഖമനേയി കണ്ടിരുന്നു. രാജ്യത്തെ പ്രമുഖ പുരോഹിത കുടുംബങ്ങളിൽ നിന്നാണ് അലി ലാരിജാനി പൊതുപ്രവർത്തകനായി രംഗത്തെത്തിയത്. ജനുവരിയിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ അതിശക്തമായ തലത്തിൽ അടിച്ചമർത്തിയ അലി ലാരിജാനിയെ അന്നു മുതൽ ഒരു വിഭാഗം ജനങ്ങൾ ശത്രുതയോടെ കണ്ടു. അവരായിരിക്കാം ഇസ്രായേലിന് ലാരിജാനിയെ ഒറ്റുകൊടുത്തത്. വല്ലാത്ത അവസ്ഥയിലാണിപ്പോൾ ഇറാൻ. തങ്ങൾ അജയ്യരെന്ന് കാട്ടാൻ ഇറാൻ നേതാക്കൾ പൊതു റാലിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് ശേഷം ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെയാണ് ഇസ്രായേൽ വധിച്ചത്. ഇസ്മായിൽ ഖത്തീബും പൊതുറാലിയിൽ പങ്കെടുത്തിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും വേട്ടയാടുന്നത് തുടരുമെന്നും ഇനിയും അമ്പരപ്പിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇറാനിലെ തങ്ങളുടെ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ്. ഇറാൻ സുരക്ഷാ തലവനായിരുന്ന അലി ലാരിജാനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ജനങ്ങൾ ഒത്തുകൂടിയ വേളയിലാണ് ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പരന്നത്. ലാരിജാനിയുടെ വധത്തിന് പ്രതികാരമായി ഇസ്രായേലിന് നേർക്കും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും അതിശക്തമായ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിൽ ഇന്റലിജൻസ് മന്ത്രിയെ കൂടി വധിച്ച വിവരം ജനങ്ങൾക്കിടയിൽ കാട്ടുതീ പോലെ പരക്കുന്നു. ഇതോടെ IRGC പരുങ്ങി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ. ഇറാനിൽ ഇസ്രയേൽ US സൈന്യങ്ങൾ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ വ്യക്തമായ പുരോഗതി കൈവരിക്കാൻ ഇതോടെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞു. ഇറാന്റെ പ്രമുഖ ഷിയ പണ്ഡിതനാണ് ഖത്തീബ്. ജുഡീഷ്യറി, ഇന്റലിജൻസ് മന്ത്രിസ്ഥാനം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1980കളിൽ ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗമായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ സുരക്ഷാ ചീഫ് അലി ലാരിജാനി, കമാൻഡർ ഗുലാം റേസ സുലൈമാനി എന്നിവരുടെ വധത്തിന് പിന്നാലെ ഖത്തീബും കൊല്ലപ്പെടുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ സൈനിക രഹസ്യാന്വേഷണ ശ്രേണിയെ ഒന്നൊന്നായി വെട്ടിനിരത്തുകയാണ് ഇസ്രായേൽ. അലി ലാരിജാനിക്കും ഖത്തീബിനും പിന്നാലെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം വ്യക്തമാണ്. അതവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. അധികാരം ഏറ്റെടുത്തതിന് ശേഷം തുടർച്ചയായി ഒളിവിൽ കഴിയുന്ന മുജ്തബയെ ഏതു നിമിഷവും വധിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ രാഷ്ട്രീയ സുരക്ഷാ സംവിധാനങ്ങളെ അടിമുടി തകർക്കാനുള്ള ആക്രമണങ്ങളിലാണ് ഇസ്രായേൽ വ്യക്തമായി ലക്ഷ്യമുറപ്പിച്ചിരിക്കുന്നത്. ഇസ്മായിൽ ഖത്തീബിനെ വധിച്ചതോടെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന്റെ നട്ടെല്ല്.
ഈ വർഷം ഇറാനിൽ നടന്ന ജനകീയ പ്രതിഷേധങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലുന്നതിനും ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഖത്തീബ് എന്ന വ്യക്തി. അമേരിക്കൻ പൗരന്മാർക്കെതിരെ ലോകമെമ്പാടും രഹസ്യ ഓപ്പറേഷനുകൾക്കും ചാരപ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഖത്തീബിനെ വധിക്കാൻ നേരത്തെ തന്നെ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നു. ഖത്തീബിന്റെ അപകടകരമായ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ അമേരിക്ക ഇയാൾക്കായി വലിയ ബല വിരിച്ചിരുന്നു. ഈ മാസം ആദ്യം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട 9 പ്രധാന നേതാക്കളുടെ പട്ടികയിൽ ഖത്തീബും ഇടം പിടിച്ചു. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ, ഏകദേശം 84 കോടി രൂപയുടെ വാഗ്ദാനം. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിക്കുന്നത് പോലെ ഇറാനിലെ ഓരോ ഉന്നത നേതാവിനെയും വധിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഖത്തീബിന്റെ വധത്തിലൂടെ ഇസ്രായേൽ കൈവരിച്ചത്. ശത്രു രാജ്യത്തിലെ നേതാക്കളെ വധിക്കാൻ ഇനി നെതന്യാഹുവിന്റെ അനുമതി ആവശ്യമില്ല. IDF-ന് നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഇനിയുള്ള മണിക്കൂറുകളിൽ അവർക്ക് ആരെ വേണമെങ്കിലും വധിക്കാനും സർപ്രൈസുകൾ ഒരുക്കാനും കഴിയും. ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം വഴി ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കലാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. ഓപ്പറേഷൻ റൈസിംഗ് ലയണിനേക്കാൾ 6 മുതൽ 10 മടങ്ങ് വരെ ശക്തിയിലാണ് ഇത്തവണ ഇറാൻ ഭരണകൂടത്തിന് പ്രഹരമേൽക്കുന്നത് എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലിന്റെയും അമേരിക്കയും വെല്ലുവിളിച്ച ഇറാൻ നേതാക്കൾക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ മറുപടി. ഓരോ തവണ അവർ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും അത് ഞങ്ങൾക്ക് വലിയ നേട്ടമാണ്. അവർ ഒളിച്ചിരിക്കാൻ സുരക്ഷിതമായ ഒരിടവുമില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം. ആ ദൗത്യം ഇസ്രയേലും അമേരിക്കയും തുടരുന്നു, പ്രത്യേകിച്ച് ഇസ്രയേൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത, ഇൻസൈഡ്.